അപ്പോൾ നമ്മുടെ കണ്ണൂർ സിംഹം അദ്ദേഹത്തിന് പല്ല് കൊഴിഞ്ഞ ഒരു സിംഹമാണെന്ന് ആളുകൾ വിലയിരുത്തിയില്ല. പക്ഷെ പേടിക്കണ്ട മക്കളെ, കണ്ണൂർ സിംഹത്തിൻ്റെ പല്ല് കൊഴിഞ്ഞിട്ടില്ല. ചടകുടഞ്ഞ് അദ്ദേഹം വീറും വാശിയോടുകൂടി വന്നിരിക്കുകയാണ്. കോൺഗ്രസ്സിന് തീരെ തലവേദനയായി. അതായത് നമുക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് ഇല്ലേ, അതായത് MLA ആണോ MP ആണോ ഏറ്റവും വലുത് എന്നൊരു കൺഫ്യൂഷൻ ആവും. അതായത് ഈ കണ്ണൂർ സിംഹത്തിൻ്റെ പെരുമാറ്റം കണ്ടിട്ട് ഈ പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ ഭരണഘടനയൊക്കെ പഠിച്ച ആളുകൾക്ക് വളരെ കൺഫ്യൂഷൻ ആകും. എന്താ കാരണം? അതായത് MP സ്ഥാനമാണോ വലുത്, MLA സ്ഥാനമാണോ വലുത് എന്ന്. അപ്പം അവർ തെളിയിച്ചു. എന്ത് തെളിയിച്ചു? MP-നേക്കാൾ വലിയ സ്ഥാനം MLA തന്നെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഹൈക്കമാൻഡ് ഈ കണ്ണൂർ സിംഹത്തിൻ്റെ വാശിക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു സീനാണ് ലാസ്റ്റ് സെക്കൻഡുകളിൽ കാണുന്നത്. കണ്ണൂർ സിംഹം വൻ കുതിച്ചുചാട്ടമാണ് ഫീൽഡിൽ. അപ്പോൾ ഇന്ന് കണ്ണൂർ സിംഹത്തിനെ കുറിച്ചാണ്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, കണ്ണൂരിലെ സുധാകരൻ ഇടഞ്ഞു തന്നെ 2-3 ദിവസമായിട്ട് അദ്ദേഹം വളരെ ഇടഞ്ഞ് സ്റ്റേറ്റ് നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് ദേശീയ നേതാക്കന്മാരെയൊക്കെ ഇടഞ്ഞ് അദ്ദേഹം നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ, കണ്ണൂർ സീറ്റ് അദ്ദേഹത്തിന് വേണം. അദ്ദേഹം അടഞ്ഞ് മറ്റേ തളിപ്പറമ്പിൽ ഒരുപാട് പേര് മറ്റ് പാർട്ടിയിൽ നിന്ന് വന്ന് കോൺഗ്രസ് സ്വതന്ത്ര ഇതിൽ അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പരാതി വേറെ. അപ്പം അദ്ദേഹം നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു, അതായത് കണ്ണൂർ സീറ്റ് അദ്ദേഹത്തിന് വേണമെന്ന്. അവസാനം ഹൈക്കമാൻഡും ഏകദേശം കീഴടങ്ങിയ ലക്ഷണമാണ് കാണുന്നത്. ഓക്കെ, അതായത് ആദ്യത്തെ പത്രികയിൽ ആദ്യമത്തെ സ്ഥാനാർത്ഥിയുള്ള പത്രിക പുറത്തു വന്നൂല്ലേ, ആദ്യത്തെ ലിസ്റ്റ്. അതിൽ കണ്ണൂരും കോന്നിയും ഒഴിവാക്കി. കോന്നിയിൽ അടൂർ പ്രകാശ്, ഇതിൽ കണ്ണൂര് സുധാകരനും. അപ്പോൾ വളരെ സുധാകരനെ ഏറ്റവും കൂടുതൽ ശക്തിയുക്തം എതിർക്കുന്ന ഒരു നേതാവാണ് VD സതീശൻ. VD സതീശൻ ഒരു ഇത് പ്രകാരം കൊടുക്കരുത്, അതായത് സിറ്റിംഗ് MP-മാർക്ക് കൊടുക്കരുത് എന്ന് ശക്തിയുക്തം വാദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു രക്ഷയുമില്ല. അവിടെ സുധാകരൻ എന്ന് പറയുന്നത് തീരാ തലവേദനയായിട്ട് അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. മീൻസ് അവിടെ അദ്ദേഹം നിൽക്കും, ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നുള്ള രീതിയിൽ. ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തിനെ വിളിച്ച് കുറച്ചൊന്ന് പ്രശ്നം കൂടുതൽ രൂക്ഷമാകാതെ ഇത്തിരി അയവിൽ നിൽക്കുന്നുണ്ട്. ഒരു 10-10:30 ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ നിന്നാണ്. അത് പരമാവധി ഒഴിവാക്കി അവസാനത്തെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് 4 മണിക്ക് വരുന്നതിന് മുമ്പ് ഒന്നും പരസ്യ പ്രതികരണം പാടില്ല എന്ന് ഷാഫിയും മറ്റും അദ്ദേഹത്തിന് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അന്നും പറഞ്ഞ കേൾക്കില്ല. അദ്ദേഹം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് ഇപ്പം നമ്മൾ ഇടിവാളും ഇടിമിന്നലും മറ്റേ നല്ല പേമാരിയൊക്കെ വരുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയാറുണ്ട് ഇല്ലേ, അതായത് പുറത്ത് പോകരുത്, അല്ലെങ്കിൽ ഇടിവാളോ അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ ശരീരത്തിലേൽക്കുന്ന നമ്മൾ കുട്ടികളെ പരമാവധി പറയാറുണ്ട്. അപ്പൊ ചില പൊട്ടിത്തെറിച്ച പിള്ളേർ എന്ത് ചെയ്യാറുണ്ട്, അതൊന്നും വകവയ്ക്കാതെ എനിക്ക് ഇടിവാളും മറ്റേ പേമാരിയും കൊള്ളാൻ പറഞ്ഞിട്ട് ഭയങ്കര ഷാഠ്യം പിടിക്കും. മീൻസ് എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഈ പേരൻസ് എന്ത് ചെയ്യും, ഈ പൊട്ടിത്തെറിച്ച പിള്ളേരുണ്ടത് നീ പോയിട്ട് പേമാരിയും ഇടിവാളും പോയി പറഞ്ഞിട്ട് അവിടെ തള്ളി അങ്ങോട്ട് വിടും. അപ്പൊ ആ രീതിയിലാണ് ഹൈക്കമാൻഡ് എന്ത് ചെയ്യാൻ നിൽക്കുന്നത്, സുധാകരന് സീറ്റ് കൊടുക്കാൻ പോകുന്നത്. മൊത്തം നിലവിളിച്ചിട്ട് കാര്യമില്ല, പോയി സ്വന്തം അനുഭവിക്കുകയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വെറുതി കൊള്ളുന്നത് ഈ വിഷയത്തില് സുധാകരൻ കൂടി കയറി വന്നു കഴിഞ്ഞാൽ സുധാകരന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ആളിനെ MLA സ്ഥാനത്ത് KPCC പ്രസിഡന്റിലെ ഏറ്റവും നല്ലൊരു സ്ഥാനമാണ് കോൺഗ്രസിന്റെ. ആ സ്ഥാനം വിട്ടിട്ട് അദ്ദേഹത്തിനെ MP ആക്കി വിട്ടത്. അപ്പൊ ഒരു 5 വർഷത്തേക്ക് വലിയ ശല്യം ഉണ്ടാവില്ല വിചാരിച്ചാണ്. നോക്കണു, ഇവിടെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ശക്തിയുക്തം വന്നു. വീണ്ടും അദ്ദേഹം MP സ്ഥാനം ഒഴിവാക്കിയിട്ട്
MLA ശക്തിയുക്തമായി നിൽക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വെറുതെ കൊണ്ട് നിൽക്കുന്നത് ഈ രണ്ട് നേതാക്കന്മാരെന്നെയാണ്. അതായത് VD സതീശനും രമേശ് ചെന്നിത്തലയും. രണ്ടുപേർക്കും ഒരു മുഖ്യമന്ത്രി സീറ്റിൽ നല്ലൊരു കണ്ണുണ്ട്. ഓക്കെ, അപ്പോ നല്ലൊരു അനുകൂല സാഹചര്യം കൂടിയാണ്. ഇപ്പൊ മറ്റേ കെ സുധാകരൻ കൂടി വന്നു കഴിഞ്ഞാൽ എന്തായി, അംഗം ഈ 3 പേരും കൂടിയാവും. അതാണ് അവര് ശക്തിയുക്തമായി എതിർക്കുന്നത്. ഓക്കെ, അതായത് എന്തൊക്കെ പറഞ്ഞാലും കെ സുധാകരനെ എല്ലാവർക്കും പേടിയാണ്. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കോൺഗ്രസിലെ യങ്സ്റ്റേഴ്സിന്റെ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ 78 വയസ്സായ സുധാകരൻ തന്നെയാണ്. വേറെ അദ്ദേഹം ഈ കണ്ണൂര് വെട്ടുംകുത്തുള്ള ഏരിയയിൽ പയറ്റി തെളിഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഇമേജ് ഉണ്ട്. മീൻസ് യുവാക്കളുടെ ഇടയിൽ ഒരു പുതുജീവൻ, അല്ലെങ്കിൽ സുധാകരൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കുന്നുള്ള ഒരു ധാരണ ഈ കോൺഗ്രസിന്റെ വിഭാഗത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒറ്റയടിക്ക് പണക്കാനും ഇതല്ല. അപ്പൊ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഏറ്റവും അവസാന വാക്കെന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ് അല്ലേ. അപ്പൊ ഹൈക്കമാൻഡിന്റെ ഇതെന്ന് പറയുന്നത് എന്താ പറയാ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നൊക്കെ പറയില്ലേ. ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. സുധാകരൻ ഒറ്റയടിക്ക് പണക്കി കഴിഞ്ഞാൽ അദ്ദേഹം മൊത്തം കോളോക്കിട്ടേ പോവുള്ളൂ. അപ്പൊ സാധാരണക്കാരായ ആളുകൾക്ക് സുധാകരൻ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വലിയൊരു സമുന്നതനായ നേതാവ്, അദ്ദേഹത്തിനെ ചതിച്ച് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല, അദ്ദേഹത്തിന് MP സ്ഥാനം ഉണ്ടെന്നൊന്നും സാധാരണക്കാർക്ക് അറിയില്ല ചിലപ്പോ. അപ്പൊ അദ്ദേഹത്തിനെ ചതിച്ച് എല്ലാവരും കൂടി മൂക്കിലാക്കി. അപ്പൊ സുധാകരൻ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നു പറയും. അപ്പൊ കുറച്ച് സാധാരണക്കാരായ കുറച്ച് ആളുകളുടെ വോട്ടുകൾ പോവും. അപ്പോ അത് വൻ അടിയാകും. അപ്പൊ അത് നല്ല പേടിയുണ്ട്. അതായത് സുധാകരൻ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകളെ അടർത്തിയെടുക്കാൻ കഴിയുമെന്ന് അറിയാം. കാരണം ഈ ഒരു അനുകൂല സാഹചര്യം, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് വളരെ കോൺഗ്രസിന് വളരെ പ്രതീക്ഷ നൽകുന്ന ഈ കാലഘട്ടത്തിൽ തമ്മിലടിച്ച് സീറ്റ് കൊണ്ടാൻ വേണ്ടിയിട്ടാണ് ഹൈക്കമാൻഡ് വളരെയേറെ കൂളായിട്ട് ഇതിനെ വലിയ പ്രശ്നങ്ങളില്ലാതെ പെരുമാറുന്നത്. പിന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും പതിവ് പോലെ പറയല്ലോ, ഒരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവര് പത്രസമ്മേളനം വിളിച്ചു കൂട്ടും. ആ പത്രസമ്മേളനത്തിന് തൊട്ട് മുമ്പ് തന്നെ പടലിയിലൊക്കെ പിടിച്ചിട്ടുണ്ടാകും. അതൊന്നും നമ്മൾ ക്യാമറയിൽ കാണില്ല. അതോടുകൂടി ലഹള കൂടി ഉണ്ടാകും അവിടെ. സ്ഥാനാർത്ഥി നിർണയം പറഞ്ഞാൽ തന്നെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പറഞ്ഞാൽ തന്നെ എന്താ അതിന്റെ അർത്ഥം, അവിടെ ചെയർ ഊരി അട്ടിക്കലും പട്ടയും എല്ലാവർക്കും സ്ഥാനാർത്ഥിയാണ്, മാത്രമേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമല്ല. അപ്പൊ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. കെ സുധാകരൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ യൂത്ത് വിഭാഗത്തിന്റെ ഇടയിൽ വളരെ പേരാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന് എല്ലാ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ഈ വലിയ വലിയ നേതാക്കന്മാർക്ക് മാത്രമേ ആഗ്രഹം ഇല്ലാത്തുള്ളൂ, അദ്ദേഹത്തിനെ ഒതുക്കണം എന്നുള്ളൂ. ഇപ്പൊ ജനപിന്തുണ അദ്ദേഹത്തിന് വളരെയേറെ ഉണ്ട്. അത് ഹൈക്കമാൻഡിന് നന്നായി അറിയാം. അപ്പൊ അദ്ദേഹത്തിനെ പരമാവധി അനുനയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ആ കട്ട പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞു, ഹൈക്കമാൻഡ് പറഞ്ഞു ആ സിറ്റിംഗ് MP ആർക്കും നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ 2 സീറ്റ് ഒഴിവാക്കുകയും ചെയ്തു. ഇനിയിപ്പോ മുതിർന്ന നേതാക്കന്മാർക്ക് 2 പേർക്ക് കൊടുക്കുന്നുള്ള ധാരണയിലായിരിക്കും ഇനി വരുന്നത്. അപ്പൊ ഏകദേശം 99.9% സുധാകരൻ വഴങ്ങില്ല. അദ്ദേഹം നാമനിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞു. ഇനി മറ്റേവർക്ക് കുറച്ച് മാനം വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ രണ്ടാമത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിന്റെ പേര് പറയുകയാണ് നല്ലത്. അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുകയും ചെയ്യും, പരമാവധി വോട്ട് ഭിന്നിപ്പിക്കുകയും ചെയ്യും. അത് ഇടതുപക്ഷത്തിന് ഒരു വളക്കൂറാവുകയും ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കുക. അത് മറ്റേ ഇവിടുത്തെ സ്റ്റേറ്റ് നേതാക്കന്മാർക്ക് ആ ബോധമില്ലെങ്കിലും ഹൈക്കമാൻഡിന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ വരുതിയിലാക്കി വലിയ പ്രശ്നങ്ങളില്ലാതെ നിൽക്കാൻ. അതിന് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, സുധാകരന് സീറ്റ് കൊടുക്കുക എന്നുള്ളൊരു മാർഗം മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹം ഒരു എന്താ പറയാ, ചെറിയ കുട്ടികളെ പോലെ ദുശാട്ടിക്കാരനാണ്. അത് നമ്മള് പിണറായിന്റെയും സുധാകരനും തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മള് മലയാളികളൊക്കെ കണ്ടാടല്ലേ, പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് തമ്മിൽ തല്ലും തലപൊളിയൊക്കെ ആയത് ബ്രണ്ണൻ കോളേജില്. അത് പിന്നീട് പറയാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയ ആളാണ് കെ സുധാകരൻ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല പറഞ്ഞാൽ അദ്ദേഹം വെറുതെ വിടുവോ? അപ്പൊ അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി ഇരിക്കാൻ നിൽക്കണം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞ് ഇവിടുത്തെ യൂത്ത് ഷാഫി മറ്റേ കുറെ പേരുണ്ടല്ലോ, ആ ടീമുകളൊക്കെ പറഞ്ഞ് 4 മണി വരെ എങ്ങനെയെങ്കിലും ഒതുക്കി നിർത്താൻ പറഞ്ഞിരിക്കുകയാണ്. സുധാകരൻ ഒതുങ്ങൂല്ല. എന്തായാലും ഒരു 99.9% സുധാകരൻ
കണ്ണൂർ നിൽക്കുന്നത് ഡെഫിനറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കണ്ണൂർ സിംഹത്തിന്റെ പല്ലു കൊഴിഞ്ഞു എന്ന് ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റാണ്. അദ്ദേഹത്തിന്റെ പല്ല് കൊഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ആളുകൾക്ക് വേറെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ ഒരു ഡൗട്ട് കൂടി ഉണ്ടാവും. അതായത് MLA സ്ഥാനമാണോ MP സ്ഥാനമാണോ വലുത് എന്ന് അല്ലേ? ഇപ്പോൾ ഈ MP സ്ഥാനത്ത് നിന്ന് MLA സ്ഥാനം വേണമെന്ന് രണ്ടുപേര് കോൺഗ്രസിലെ മുതിർന്ന 2 നേതാക്കന്മാര് അടൂർ പ്രകാശും K സുധാകരനും ശാഠ്യം പിടിക്കുന്ന സമയത്ത് സാധാരണ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആവും, MLA ആണോ MP ആണോ വലുത് അല്ലേ? അപ്പോൾ MP-നേക്കാൾ വലുത് MLA ആണെന്ന് ഈ 2 നേതാക്കന്മാര് തെളിയിക്കുന്നതാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ MLA തന്നെയാണ് MP-നേക്കാൾ വലുത് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എന്തെല്ലാം രാഷ്ട്രീയ നാടകങ്ങൾ അല്ലേ? അപ്പോൾ വരും മണിക്കൂറുകളിൽ ഇനിയും കൂടുതൽ രാഷ്ട്രീയ നാടകങ്ങൾ കാണുമെന്ന് വിചാരിക്കാം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.